എന്താണ് അമേരിക്കയിലെ ഷട്ട്ഡൗൺ? എന്തൊക്കെയാണ് അടച്ചു പൂട്ടിയത്? നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഫണ്ട് അനുവദിക്കുന്ന ബില്ല് അത് അമേരിക്കയിൽ ഒക്ടോബർ 1 മുൻപ് അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കുന്നതാണ് അവിടെയുള്ള രീതി. ഈ പാസ്സാക്കിയതിന് ശേഷമാണ് പ്രസിഡന്റിന് ഒപ്പിടാൻ അയക്കുക. ഇത്തവണ അതുണ്ടായില്ല. അതായത് സർക്കാർ ചെലവുകൾക്കുള്ള ധനാനുമതി ബില്ലാണ് പാസ്സാകാതെ പോയത്. ഇത് ഒന്നോ രണ്ടോ തവണയല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് 14 തവണയാണ് അമേരിക്കൻ സെനറ്റിൽ ഈ ബില്ല് പരാജയപ്പെട്ടത്. ബില്ല് പാസ്സാക്കുന്നതിന് റിപ്പബ്ലിക്കൻസിന് ആവശ്യമായ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? അതായത് ഡെമോക്രാറ്റുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി നിലനിർത്തണമെന്നുള്ളതാണ് ഡെമോക്രാറ്റുകളുടെ ആവശ്യം. അത് അംഗീകരിക്കുന്നതുവരെ ധനാനുമതി ബിൽ പാസ്സാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഡെമോക്രാറ്റുകൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അങ്ങനെ ഒക്ടോബർ 1 7 വർഷത്തിന് ശേഷം അമേരിക്ക വീണ്ടും ഷട്ട്ഡൗണിലേക്ക് പോയി. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ആദ്യമായിട്ടല്ല അമേരിക്ക ഷട്ട്ഡൗണിലേക്ക് പോകുന്നത് കേട്ടോ. ട്രംപിന്റെ ആദ്യത്തെ ഭരണ കാലയളവിലുണ്ടായ 35 ദിവസം അടച്ചുപൂട്ടലാണ് ഇതുവരെയുള്ള ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് 2018 ഡിസംബർ 22 മുതൽ 2019 ജനുവരി 25 വരെ 35 ദിവസം വരെയായിരുന്നു ആ റെക്കോർഡ്. അതാണ് ഇന്നിപ്പോൾ മറികടന്നിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൗൺ ആണിത്. അടച്ചുപൂട്ടലിന് പിന്നാലെ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിന് വലിയ ശ്രമങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻസിന്റെയോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെയോ ഭാഗത്തു നിന്ന്. സെപ്റ്റംബർ 19 ഏറ്റവും അവസാനമായി ഡൊണാൾഡ് ട്രംപ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നേതാക്കളുമായി സംസാരിച്ചത്. അത് കഴിഞ്ഞ് വിദേശ സന്ദർശനത്തിനാണ് ട്രംപ് ഉള്ളത്. 14 ലക്ഷം സർക്കാർ ജീവനക്കാരെ ഈ ഷട്ട്ഡൗൺ ഇതുവരെ ബാധിച്ചിട്ടുണ്ട്. ഈ 14 ലക്ഷം എന്ന് പറയുമ്പോൾ ഇതിൽ 7 ലക്ഷം ജീവനക്കാർ നിർബന്ധിത അവധിയിലാണ്, അവർക്ക് ശമ്പളമില്ല. ഈ ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകാരുണ്ടല്ലോ, അവർക്ക് ശമ്പളമില്ല, പക്ഷേ അവശ്യ സർവീസ് ആയതുകൊണ്ട് അവർ നിർബന്ധമായും ജോലിക്ക് വരേണ്ട സ്ഥിതിയാണുള്ളത്. ഇത് മാത്രമല്ല, വിമാനത്താവളങ്ങളെ ഈ ഷട്ട്ഡൗൺ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ 750 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ അടച്ചുപൂട്ടൽ കാരണം, ഈ പണമില്ലാത്തത് കൊണ്ട് എയർ ട്രാഫിക് കൺട്രോളർമാരായ 10,000 കണക്കിന് പേരുടെ തൊഴിലാണ് നഷ്ടമായത്. അങ്ങനെ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നവരുടെ മേൽ അമിതമായ സമ്മർദ്ദം വരികയാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട 40 തിരക്കേറിയ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ 10% ഇപ്പോൾ നിർത്തലാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഷട്ട്ഡൗൺ ഒക്ടോബർ 1 തുടങ്ങിയതാണ്. അതായത് 1 മാസം പിന്നിട്ടിരിക്കുന്നു. വലിയ ആശങ്ക ഒന്നുകൂടിയുണ്ട്, അത് ഭക്ഷ്യസഹായവുമായി ബന്ധപ്പെട്ടാണ്. ഇത് മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങളുള്ളത്. വിശന്നിരിക്കേണ്ടി വരില്ല എന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും 4.2 കോടി ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ഭക്ഷ്യസഹായമായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം, ഇത് 60 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഈ പോഷകാഹാര പദ്ധതി ഫണ്ട് ഇല്ലാതെ മുടങ്ങുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ട്രംപിന് നിലവിൽ വലിയ തിരിച്ചടികളുടെ സമയമാണ്. ഒരു ഭാഗത്ത് ട്രംപിന് താല്പര്യമില്ലാത്ത ആൾ ന്യൂയോർക്കിന്റെ മേയറാകുന്നു, മറുഭാഗത്ത് 1 മാസം പിന്നിട്ടിപ്പോൾ ഷട്ട്ഡൗൺ മുന്നോട്ട് പോവുകയാണ്.